இந்த பணம் போதுமா? இந்த பணம் போதுமா? புதிய உறுப்பினர்கள் முன்னாடி உட்காரணும். ஆயிரக்கணக்கான புதிய உறுப்பினர்கள் வந்து கொண்டிருக்கிறார்கள். அவர்களுக்கு முன்னுரிமை கொடுக்கும். அதனால் பின்னாடி உட்கார்ந்துக்கிறாங்க. புதிய உறுப்பினர்களுக்கு இந்த விழாவே வந்து இந்த விழா இது இவ்விழாவை செல்ல வேண்டும் जय जय भारत माता, जय जय भारत सवाला, बीजेपी के सवाला, जय जय बीजेपी, जय जय भारत माता, बोलो भारत माता की। நம்முடைய தலைவர் வந்து நம்முடைய மாநில தலைவர் அன்பு தலைவர் சொல்லுகின்ற வார்த்தை செய்கின்ற சொல்லுங்க. கேரளாவுடைய வருங்கால எதிர்பார்ப்புடைய முகமாக இருக்கக்கூடிய ராஜீவ் சந்திரசேகர் வந்து கொண்டிருக்கிறார். அவருக்கு
பெருமாளை கேட்டுக் கொள்கிறோம். சகோதரர்களே, கொஞ்சம் வழிவிடுங்க, அவங்களுக்கு வரதுக்கு வழிவிடுங்க. வெளி இந்த மேடையில் அமரக்கூடிய ஆளுகள் வி அழகராஜ் அவர்கள் பயணிக்க வேண்டும். இந்த தலைமை ஸ்ரீவித்யா 35 வருடமாக பார்ட்டி உறுப்பினரும் 35 வருட காலம் பார்ட்டி உறுப்பினரும் 18 வருடம் மாவட்ட கமிட்டி உறுப்பினரும் 1 வருடம் மாவட்ட பஞ்சாயத்து தலைவரும் 3 முறை எம்எல்ஏவாக இருந்த எஸ் ராஜேந்திரன் அவர்களை பஞ்சாயத்து கமிட்டி இடிக்கு மாவட்ட வருக என்று வரவேற்கிறோம். அதேபோல் அடுத்தபடியாக இந்த கூட்டத்தில் பங்கேற்றுள்ள GN குருநாதன் அவர்கள், முன் பிளாக் பஞ்சாயத்து பிரசிடன்ட் அவர்களை வருக என்று வரவேற்கிறோம். இந்த கூட்டத்தில் சிறப்புரை நிகழ்த்தும் ഭാരവാഹികളെ, ഇന്ന് മൂന്നാർ ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം കുറിക്കുകയാണ്. ഈ വേദിയിൽ പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി അവർ, കൂടാതെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് അവർ, ശ്രീ എൻ ഹരി അവർ, പ്രിയപ്പെട്ട ANR, കൂടാതെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് മനു പ്രസാദ്, പ്രിയപ്പെട്ട മേഖലാ പ്രസിഡന്റ് ശ്രീ ഹരി അവർ, കൂടാതെ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻജി, ഇടുക്കി സൗത്ത് പ്രസിഡന്റ് വർഗീസ് അവർ, കൂടാതെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള KS അജി, ശ്രീ ഗീതാകുമാരി അവർ, ബീനു കൈമൾ അവർ, പ്രിയപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറിമാർ PN സുരേഷ്, ശശി ചാലക്യൻ, സുമേഷ്, കൂടാതെ ഇന്നീ വേദിയെ ധന്യമാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട മുതിർന്ന നേതാക്കന്മാരെ, പ്രിയ സഹപ്രവർത്തകരെ, പാർട്ടി ഇന്ന് ഈ മൂന്നാറിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് നിങ്ങൾക്കെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത് അധികമായി സംസാരിച്ച് ഇത്രയും വൈകിയ ഒരു വേളയിൽ വീണ്ടും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല. എന്നിരുന്നാലും പാർട്ടിക്ക് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മാറാത്തത് മാറുമെന്ന് നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ ഇവിടെ എത്തിയിരിക്കുന്നത്, ഇന്ന് ഈ വേദിയെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന KS രാജേന്ദ്രൻ അവർ ഉൾപ്പെടെ GL ഗുരുനാഥൻ ഉൾപ്പെടെ ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ പാർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വീകരണാർത്ഥവും കൂടി മാറ്റത്തിന്റെ കാഹളം മുഴങ്ങിക്കൊണ്ട് ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പം അധികമായി എത്തിച്ചേർന്നിട്ടുള്ള പല പാർട്ടിയിൽ നിന്നും നമ്മളുടെ പാർട്ടിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാനും വരുന്ന ഇലക്ഷനിൽ പാർട്ടിക്ക് വലിയ വിജയം കൊണ്ടുവരുന്നതിനുമായി പ്രവർത്തിക്കാനും അക്ഷീണം യത്നിക്കാനുമായി രാജീവ് ചന്ദ്രശേഖർ അവരോടൊപ്പം പാർട്ടിയുടെ നേതൃത്വത്തോടൊപ്പം കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കാനാണ് ഇന്ന് ഈ എത്തിക്കുന്ന ആയിരങ്ങൾ എത്തിച്ചേർത്തിരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വലിയൊരു മാറ്റം, ഈ മൂന്നാറിന്റെ വിജയം, മൂന്നാറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, അതായത് ഹൈ റേഞ്ചിന്റെ ഡെവലപ്മെന്റ് വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളോട് ഇവിടെ സംവദിക്കുകയും നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഇനി വരാൻ പോകുന്ന ഡെവലപ്മെന്റ് എന്താണെന്ന് കൃത്യമായി നിങ്ങളോട് പറയാനും കൂടിയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. KS സുരേഷ് നിങ്ങളോട് കൃത്യമായി ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ പറ്റി വിശദമായി സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ഒപ്പം എന്റെ മറ്റൊരു സുഹൃത്തായ ഗുരുനാഥൻജി, വേദിയിലും സദസ്സിലും ഉള്ള സഹപ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും വണക്കം.
നമുക്കെല്ലാവർക്കും അറിയാം, ഇനി അടുത്ത 60 ദിവസം 65 ദിവസത്തിൽ ഇവിടെ ഒരു ഇലക്ഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. മൂന്നാറിന്റെ ചരിത്രത്തിന് വേണ്ടി, മൂന്നാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇലക്ഷനായിട്ട് നിങ്ങൾ എല്ലാവരും കാണണം. നമ്മുടെ മൂന്നാറിന്റെ ഭാവി, കേരളത്തിന്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, നമ്മുടെ കുടുംബത്തിന്റെ ഭാവി, ഇതെല്ലാം നമ്മൾക്ക് തീരുമാനിക്കുന്നത് ഈ ഇലക്ഷൻ വഴിയാണ്. എത്രയോ പ്രശ്നങ്ങൾ 70 കൊല്ലം മാറി മാറി ഭരിച്ച കോൺഗ്രസും LDFും ഒരു ഒറ്റ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? വാഗ്ദാനം കൊടുക്കുക, വോട്ട് നേടുക, എന്നിട്ട് ജനങ്ങളെ എന്താ പറയാ മറക്കുക, പ്രശ്നങ്ങളെ അവഗണിക്കുക, പരിഗണിക്കല്ല. ഇതിന് മാറ്റണം. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് പറയേണ്ടതാണ്. ഇനി മാറാത്തത് ഇനി മാറും. മൂന്നാർ മാറും. ഒരു വികസിത മൂന്നാർ ഞങ്ങൾ സൃഷ്ടിക്കും. രാജേന്ദ്രൻജിന്റെ ലീഡർഷിപ്പിൽ ഈ മാറ്റം BJP NDA കൊണ്ടുവരും എന്ന് ഇന്ന് നമ്മൾ സങ്കല്പപ്പെടണം. ഞങ്ങൾ ഈ ഇലക്ഷൻ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മത്സരിക്കാനല്ല മത്സരിക്കുന്നത്, ഇവിടെ മാറ്റം കൊണ്ടുവരാനാണ്. മൂന്നാറിലും കേരളത്തിലും ആ മാറ്റം കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ അധികാരത്തിൽ വരണം. അധികാരത്തിൽ ഈ ഇലക്ഷനിൽ BJP NDA വരും എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. ഈ യോഗം കാണുമ്പോൾ, ഇങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിലായി, ഈ അന്തരീക്ഷം ഞാൻ കാണുമ്പോൾ, നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവിടുന്ന് ഒരു സന്ദേശം പോകുന്നുണ്ട്. കോൺഗ്രസിന്റെ ഓഫീസിലേക്കും CPMന്റെ ഓഫീസിലേക്കും ഈ മതിയായി, ജനങ്ങൾ തീരുമാനിച്ചു. എത്ര കൊല്ലം വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്യാത്ത രണ്ട് മുന്നണികളെയും ഇനി ജനങ്ങൾ പറഞ്ഞത് എന്താണ്? മതിയായി. ഇനി വരാൻ പോകുന്നത് NDA ആണ്, ഇനി വരാൻ പോകുന്നത് BJP ആണ്. ജനങ്ങൾ മാറി മാറി അവസരങ്ങൾ കൊടുത്തു. എന്നിട്ട് എന്താണ് നടന്നത്? എന്താണ് ചെയ്യുന്നത്? ഈ കഴിഞ്ഞ 10 കൊല്ലം നോക്കൂ, എന്ത് നടന്നു? ഏറ്റവും കൂടുതൽ വിലക്കയറ്റം രാജ്യത്തിൽ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലാണ്. ഇതൊരു അച്ചീവ്മെന്റ് ആണോ? പിന്നെ അത് അല്ലാണ്ട് ശബരിമലയിൽ പോയി സ്വർണ്ണം കൊള്ള ചെയ്യുന്നു. ഇതല്ല രാഷ്ട്രീയം. നമുക്ക് വേണ്ടത് വികസന രാഷ്ട്രീയമാണ് വേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമാണ് വേണ്ടത്. നമ്മളെ നയിക്കാൻ രാജേന്ദ്രൻ പോലെയും എത്രയോ BJP NDA സ്ഥാനാർത്ഥി പോലെ അവരാണ് വേണ്ടത്. കാരണം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന വികസനം നമ്മുടെ നാട്ടിൽ വരണം, നമ്മുടെ മൂന്നാറിൽ വരണം എന്ന് നമ്മൾ സങ്കല്പമെടുക്കുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആളല്ല, പ്രസംഗിക്കുന്ന ആളല്ല, പക്ഷെ 2-3 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലെഫ്റ്റ് വിടും, ലെഫ്റ്റ് പൊളിഞ്ഞു, ജനങ്ങൾ അവരെ റിജക്ട് ചെയ്തു. ഇവിടെ ഓടി നടക്കുന്ന ഒരു പാർട്ടിയുണ്ട്, കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടിയെ കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ. 2 വാക്ക്, 3 വാക്ക് പറയുന്നില്ല, 2 വാക്ക്. ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പാർട്ടി നാട്ടിൽ ഈ രാജ്യത്തിൽ ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ്. 75 കൊല്ലം ഗരീബി ഹട്ടാവോ പാവങ്ങളെ വഞ്ചിച്ച്, പാവങ്ങളെ എന്താ പറയാ വാഗ്ദാനം കൊടുത്ത് വഞ്ചിച്ച് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഗരീബി ഹട്ടാവോ എപ്പോ പറഞ്ഞതാണ്? 1970. ഇന്നെന്താ 2025. 10 കൊല്ലം ഭരിച്ചു സെൻട്രൽ ഗവൺമെന്റിൽ. 8 മന്ത്രിമാരായിരുന്നു കേരളത്തില്, UP-യിൽ. കുത്തിയിരുന്ന് എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തോ? മൂന്നാറിന്റെ ഒരു പ്രശ്നം പരിഹരിച്ചോ? ഒരു പ്രശ്നം പരിഹരിച്ചോ? വീട്, പട്ടയം, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, സ്കൂള്, തൊഴിൽ, ഇതെന്ന് ചെയ്തോ? ചെയ്തില്ല.
കാരണം അവരുടെ രാഷ്ട്രീയം എന്താണ്? അഴിമതി. അവരുടെ രാഷ്ട്രീയം എന്താണ്? ജനങ്ങളെ വിഭജിക്കുക. അവരുടെ രാഷ്ട്രീയം ജമാഅത്തിന്റെ ഒപ്പം ജമാഅത്തിന്റെ പണം കൊടുത്ത് ജനങ്ങളെ വെട്ടിയാക്കുക, ജനങ്ങൾക്കൊരു വാഗ്ദാനം കൊടുക്കുക, ജനങ്ങളെ വഞ്ചിക്കുക. അത് മാറ്റിവെക്കാനുള്ള സമയമായി. ഈ 2026 ഇലക്ഷൻ കോൺഗ്രസ് നടന്നു പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ജയിക്കും. ഞാൻ ഇന്ന് എഴുതി വെച്ചോളൂ എല്ലാരും. കോൺഗ്രസ് ജയിക്കില്ല. കോൺഗ്രസിനെ ജനങ്ങൾ തോൽപ്പിക്കും. മുസ്ലിം ലീഗ് ജയിക്കും, പക്ഷെ കോൺഗ്രസ് ജയിക്കില്ല. ഇനി NDA BJP-നെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. 2014 ഇന്ത്യ മൊത്തം ജനങ്ങൾ തീരുമാനിച്ചു, മതിയായി. നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുക്കണം. നരേന്ദ്രമോദിജി ആ അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? കഴിഞ്ഞ 11 കൊല്ലം ഒരു അഴിമതിയുമില്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്രയോ ക്ഷേമ പദ്ധതികൾ, എത്രയോ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി 25 കോടി പാവങ്ങളെ ദാരിദ്ര്യത്തിൽ പുറത്തു കൊണ്ടുവന്നു. ഇതാണ് നരേന്ദ്രമോദി ചെയ്തത്. കുടിവെള്ളം, PM കിസാൻ, കർഷകർക്ക് വേണ്ടി പദ്ധതികൾ, ഒരു സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നരേന്ദ്രമോദിജിന്റെയും BJP-ന്റെ രാഷ്ട്രീയം. വികസന രാഷ്ട്രീയം, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരുന്ന രാഷ്ട്രീയം, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയം. ഇതാണ് ഈ മുന്നാറിന് വേണ്ടത്. ഇന്ന് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? പട്ടയം. എന്നും ഭൂമി ഇല്ലാണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഭൂമി വേണ്ടേ? അത് NDA കൊണ്ടുവരും. അത് NDA BJP ഉറപ്പ് തരുന്നു. വീടില്ലാത്തവർ എത്ര ഉണ്ട് ഈ മൂന്നാറില്? വീട് വേണ്ടേ? നരേന്ദ്രമോദിന്റെ PM ആവാസ് യോജന വേണ്ടേ ഇവിടെ? അത് രാജേന്ദ്രൻജിന്റെ നയിക്കുന്ന BJP NDA ഈ ഇടുക്കി നോർത്ത് ജില്ലയിലെ പ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും PM ആവാസ് യോജന വഴി വീട് കൊണ്ടുവരും. ഇതാണ് ഞങ്ങളുടെ ഉറപ്പ്. വീടുണ്ടെങ്കിൽ കുടിവെള്ളം വേണ്ടേ? കുടിവെള്ളം കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഇന്ന് കേരളത്തില് 32 ലക്ഷം വീട്ടിൽ കുടിവെള്ളം കിട്ടുന്നില്ല. ഞാൻ മന്ത്രിയായിരുന്നു, കുടിവെള്ള മന്ത്രിയായിരുന്നു നരേന്ദ്രമോദിജി സർക്കാർ. 100% കാശ് ഞങ്ങള് കേരള സർക്കാരിന് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞ പണം നരേന്ദ്രമോദിജി കൊടുത്തു. എന്നിട്ട് എന്ത് നടന്നു? ഇന്ന് ആ കാശെല്ലാം തട്ടിക്കൊണ്ടായി. ഇന്ന് കോൺട്രാക്ടേഴ്സിന് 6000 കോടി കാശ് കൊടുത്തിട്ടില്ലേ സർക്കാർ? 32 ലക്ഷം വീട്ടില് ഇന്നും കുടിവെള്ളമില്ല. മൂന്നാറിന് എല്ലാ വീട്ടിലും കുടിവെള്ളം വേണ്ടേ? അത് ആരാണ് കൊണ്ടുവരാൻ പോകുന്നത്? BJP NDA MLA ആണ് കൊണ്ടുവരാൻ പോകുന്നത്. അത് ഞങ്ങളുടെ ഉറപ്പാണ്. അതുപോലെ തന്നെ സ്കൂള് തല്ലിപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന ഗവൺമെന്റ് സ്കൂള് നന്നാക്കണ്ടേ? നമ്മളെ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കണ്ടേ? തൊഴിലവസരങ്ങൾ, നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അതാരാ കൊടുക്കാൻ അവർ കഴിവും താല്പര്യമുള്ളത്? BJP NDAക്ക് മാത്രം. കാരണം ഇതുവരെ മാറി മാറി ഭരിച്ച UDF ആണോ LDF ആണോ, അവർക്കത് ചെയ്യാൻ സാധിക്കില്ല, ഇനിയും ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഈ 2026 വരാൻ പോകുന്ന ഇലക്ഷൻ മൂന്നാറിനെ ഒരു വികസിത മൂന്നാറാക്കാൻ, മൂന്നാറിന് എല്ലാ സാധാരണക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ, ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരാൻ, വീട് പട്ടയം കൊടുക്കാൻ BJP NDA സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കണം. ഇത് ഞങ്ങളെല്ലാവരും ഇന്ന് തീരുമാനിക്കേണ്ട ഒരു ഇഷ്യൂആണ്, സങ്കല്പം എടുക്കുന്ന ഇഷ്യൂമാണ്. ഇത് ചെയ്താൽ മാത്രമേ ഇവിടെ മാറ്റം വരുള്ളൂ. ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരണം. 75 കൊല്ലം കഴിഞ്ഞ് കടത്തിൽ മുങ്ങി കടമില്ലാണ്ട് ഒരു സെക്കൻഡ് മുമ്പോട്ട് പോവാത്ത സ്ഥിതിയാണ് നമ്മുടെ നാട്, നമ്മുടെ കേരളം. ക്ഷേമം, പെൻഷൻ കൊടുക്കാനും കടം വാങ്ങണം. സാധാരണ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കടം വാങ്ങണം.
ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യങ്ങൾ. ഞാൻ മൂന്നാറിൽ രണ്ടാമത്തെ തവണ വരുന്നത്. ഇവിടെ എത്ര ടൂറിസത്തിന്റെ സാധ്യതയുണ്ട്. കശ്മീർ വിടൂ, എന്തിനാണ് വേറെ എവിടെയെങ്കിലും പോകേണ്ടത്? ഇവിടെ വന്നപ്പോലെ ഇങ്ങനെ ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലം. പക്ഷേ അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? മൂന്നാർ ടൗൺഷിപ്പിൽ ഇന്നും ഒരു ഒറ്റ ടോയ്ലറ്റ് ഇല്ല. എന്നിട്ടാണോ ടൂറിസം വരാൻ പോകുന്നത്? ഈ നാടിൽ എത്രയോ സാധ്യതയുണ്ട്, അനന്ത സാധ്യതകളാണ്. പക്ഷേ ഈ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയവും CPM-ന്റെ രാഷ്ട്രീയം ഈ സാധ്യതയെ കുറിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല, താല്പര്യമില്ല. സാധ്യത യാഥാർത്ഥ്യമാക്കണം എന്ന് അവർക്കൊരു ബോധം, അവർക്കൊരു ആവശ്യവുമില്ല. കാരണം എന്താണ്? അവരുടെ രാഷ്ട്രീയം ജനങ്ങളെ വിഭജിക്കുക, എന്തെങ്കിലും പറയാ, വിഡ്ഢിയാക്കുക. ഞാൻ അവസാനം ഒരു ഉദാഹരണം പറഞ്ഞു നിർത്തുന്നു. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ BJP ഇന്ത്യക്ക് ഒരു അവസരം കിട്ടിയാൽ 24 മണിക്കൂർ അധ്വാനിച്ച്, ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരുന്ന പാർട്ടിയാണ് BJP NDA. മറുവശത്ത് ഒന്ന് അസംബ്ലിയിൽ നോക്കൂ. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 5 ദിവസം ഞങ്ങൾക്ക് TV-യിൽ കാണാം. ശബരിമല കൊള്ളയെ കുറിച്ചൊരു ഡിബേറ്റ് നടക്കുമ്പോൾ ആര് ചെയ്തു, ഇതിന് പിന്നിൽ ആരാണെന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അല്ല, സോണിയാഗാന്ധിന്റെ ദല്ലാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അല്ല, സോണിയാഗാന്ധിന്റെ അല്ല, പിണറായി വിജയന്റെ ദല്ലാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എടോ, ആര്യ ദല്ലാലാണെന്ന് എനിക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ആഗ്രഹമില്ല, താല്പര്യമില്ല. ദല്ലാലാണല്ലോ. ആ ദല്ലാല് എങ്ങനെയാണ് ഈ പുണ്യ സ്ഥലത്ത് നിന്ന് 4.5 കിലോ സ്വർണം കട്ടു, അതൊന്നും കണ്ടുപിടിക്കൂ. അതൊന്നും ചെയ്യില്ല. ആ ദല്ലാലിന് എനിക്ക് ബെയില് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ബെയില് കിട്ടി? പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് കേസ് ഫയൽ ചെയ്തില്ല, അതുകൊണ്ട് കോർട്ട് ബെയിൽ കൊടുക്കുന്നു. അപ്പോ ഇതൊരു ഗൂഢാലോചനയല്ലേ? ഇത് ഒരു ഒളിപ്പിക്കാൻ ഒരു ശ്രമം. അപ്പോൾ ഞാൻ അവസാനം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം വികസിത മൂന്നാർ. അതിനുവേണ്ടി ഈ ഇലക്ഷൻ, മൂന്നാറിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ഇലക്ഷനിൽ BJP NDA ജയിക്കും എന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. മിന്നാന്ന് ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് 45 വയസ്സായ ഒരു യുവ നാഷണൽ പ്രസിഡന്റ് കൊച്ചിയിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി BJP-ന്റെ വളർച്ചയുടെ കാലങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി BJP ഭരിക്കാൻ പോകുന്ന കാലമാണ്, NDA ഭരിക്കാൻ പോകുന്ന കാലമാണ്, കേരളം നന്നാവാൻ പോകുന്ന കാലമാണ്. ഇനി മതിയായി ജനങ്ങൾ പറഞ്ഞു, ഇനി BJP NDA ജയിക്കും, ഭരിക്കും, വികസിത മൂന്നാർ സൃഷ്ടിക്കും, വികസിത കേരളം സൃഷ്ടിക്കും എന്ന് പറഞ്ഞ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. യിൽ നിന്നും സ്വീകരണം അംഗത്വം ഏറ്റുവാങ്ങുന്നു. GN മാരിയപ്പൻ, CPM-ന്റെ തോട്ടം മേഖലയിലെ പ്രമുഖ നേതാവായിരുന്ന GN മാരിയപ്പൻ സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിൽ നിന്നും അംഗത്വമെടുക്കുന്നു. R ചിന്നരാജ്, CPM സഹയാത്രികനായിരുന്ന R ചിന്നരാജ്, അദ്ദേഹം അംഗത്വം ഏറ്റുവാങ്ങുന്നു. പെരുമല രാമകൃഷ്ണൻ സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിൽ നിന്നും അംഗത്വം ഏറ്റുവാങ്ങുകയാണ്. CPM-ന്റെ പ്രമുഖ നേതാവായിരുന്ന രവിചന്ദ്രൻ പളനാട് സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിൽ നിന്നും അംഗത്വം ഏറ്റുവാങ്ങുകയാണ്. സംഗീത ചട്ടമൂന്നാർ സംസ്ഥാന അധ്യക്ഷനടുത്തു നിന്നും അംഗത്വം ഏറ്റുവാങ്ങുന്നു. വീരാഞ്ചി കർപ്പൂരക്കുടിയിലെ മൂപ്പൻ സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിൽ നിന്നും അംഗത്വം ഏറ്റുവാങ്ങുകയാണ്. രാജേഷ് കണ്ണൻ ചെണ്ടുവരെ സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിൽ നിന്നും അംഗത്വം ഏറ്റുവാങ്ങുന്നു.
രാമൻ കുണ്ടുമലെ സംസ്ഥാന അധ്യക്ഷകരിൽ നിന്നും അംഗത്വം ഏറ്റുവാങ്ങുകയാണ്. குருநாதன் அவர்களுக்கு முன் பிளாக் பஞ்சாயத்து பிரசிடண்ட் அவர்களுக்கு பொன்னாடையும் மலர்மாலை போட்டு வரவேற்பார்கள். बोलो भारत माता की, बोलो भारत माता की. மிஷின் வச்சு கிடக்குது